പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF തകർന്ന് തരിപ്പണമാകും. വലിയ നിഷ്പക്ഷ നിരീക്ഷകനെന്ന് മേനി നടിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഏറ്റവും വലിയ പ്രവചനമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നതെന്നും ഹിജാബ് വിഷയം വലിയ ആഘാതമുണ്ടാക്കുമെന്നും അന്ന് വക്കീൽ തട്ടിവിട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കേരളം കണ്ടതാണ്. ഈ പൊള്ളയായ പ്രവചനങ്ങൾ നടത്തിയ അതേ നാവിൽ നിന്നാണ് ഇപ്പോഴിതാ പുതിയ വർഗീയ വിഷം ചീറ്റലുകൾ പുറത്തു വരുന്നത്. അത് സോഷ്യൽ മീഡിയയിലെ വെറുപ്പിൻ്റെ ചന്തയിൽ ഹിറ്റായി ഓടുകയും ചെയ്യുന്നുണ്ട്. നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന കുപ്പായമിട്ട് ഇയാൾ ചാനലുകൾ തോറും നടത്തുന്ന വർഗീയ വിസർജനം തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി സർക്കാർ ഖജനാവിലെ പണം വിനിയോഗിക്കുന്നതിലും തദ്ദേശ സ്ഥാപനങ്ങളിലെ പദവികൾ വീതം വെക്കുന്നതിലും ഭൂരിപക്ഷ സമുദായങ്ങളെ അവഗണിക്കുന്നു എന്നാണ് ഈ വിഷവക്കീലിൻ്റെ പുതിയ കണ്ടെത്തൽ. ഇതിന് വക്കീലിൻ്റെ കയ്യിൽ വല്ല പഠന റിപ്പോർട്ടുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക ഭൂരിപക്ഷമുള്ള ആലുവ മുനിസിപ്പാലിറ്റിയിലെയും പരിസര പഞ്ചായത്തുകളിലെയും ചില കേസുകൾ വെച്ചാണ് UDFന് ഭരണം ലഭിച്ചാൽ കേരളം മുഴുവൻ ഭൂരിപക്ഷ സമുദായം ഒതുക്കപ്പെടുമെന്ന് ഇയാൾ തട്ടിവിടുന്നത്. ജയശങ്കറെ രാഷ്ട്രീയ നിരീക്ഷകനായല്ല, കേരളത്തിലെ സംഘപരിവാറിന്റെ അനൗദ്യോഗിക വക്താവായി വേണം കാണാൻ. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. ആലുവ നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള ചൂർണിക്കര പഞ്ചായത്തിലെ നസീർ ചൂർണിക്കരയെ പഞ്ചായത്ത് പ്രസിഡന്റാക്കിയത് ഈഴവനായ ശിവാനന്ദൻ എന്ന മുതിർന്ന അംഗത്തെ മറികടന്നാണെന്ന് ജയശങ്കർ വാദിക്കുന്നു. അത് ആലുവ MLA അൻവർ സാദത്തിന്റെ ഇടപെടൽ കൊണ്ടാണത്രേ. എന്നാൽ ചൂർണിക്കര പഞ്ചായത്തിലുള്ളവരോട് ചോദിച്ചാൽ അറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ചൂർണിക്കരയിലെ ബാബു പുത്തനങ്ങാടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസ് കണ്ടിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസിന് ഭരണ തുടർച്ചയുണ്ടായെങ്കിലും പുത്തനങ്ങാടി തോറ്റു. ഇതോടെ മറ്റൊരാളെ പ്രസിഡന്റാക്കാൻ കോൺഗ്രസ് നിർബന്ധിതമായി. ജയശങ്കർ പറഞ്ഞ ശിവാനന്ദൻ കോൺഗ്രസ് വിട്ടുപോയി തിരിച്ചെത്തിയ ഒരാളാണ്. ഇതോടെയാണ് മറ്റൊരു മുതിർന്ന നേതാവ് നസീർ ചൂർണിക്കരയ്ക്ക് രാജി സന്തോഷിന് പിൻഗാമിയായി പഞ്ചായത്ത് പ്രസിഡന്റാകാൻ നറുക്ക് വീണത്. ശിവാനന്ദനാകട്ടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. ഇതിനെയാണ് തൻ്റെ വർഗീയ വിഷപ്രയോഗത്തിനായി ജയശങ്കർ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഇത്തരത്തിൽ നുണകളുടെ പാതിവെന്ത സത്യങ്ങളാണ് ഇയാൾ കേരളത്തെ വിഭജിക്കാനായി ഉപയോഗിക്കുന്നത്. മാത്രമല്ല മുസ്ലിം ജനവിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള ആലുവ നിയമസഭാ മണ്ഡലത്തിലെ 7 പഞ്ചായത്തിലും ഒരു നഗരസഭയിലും കഴിഞ്ഞ തവണ ഒരു മുസ്ലിം പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഉണ്ടായിരുന്നില്ലെന്ന് ഓർക്കണം. ഇത്തവണ അത് 2 പേരായി ഉയർന്നതാണ് ജയശങ്കർമാരെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത്. തീർന്നില്ല. ആലുവ ഉൾക്കൊള്ളുന്ന എറണാകുളം ജില്ലയിലെ 13 മുനിസിപ്പാലിറ്റികളിൽ 2 മാത്രമാണ് ഒരു മുസ്ലിം ചെയർമാൻ ഉള്ളത് എന്നതുകൂടി അറിയണം. അതുമാത്രം ഉയർത്തിപ്പിടിച്ച് വക്കീൽ കരയുന്നത് ഒരു പ്രത്യേക രോഗം തന്നെയാണ്. അവിടെ പോലും കഴിഞ്ഞ 2 തവണയും ഭൂരിപക്ഷ സമുദായക്കാരായിരുന്നു ചെയർമാൻമാർ എന്നുകൂടി അറിയുമ്പോഴാണ് വക്കീൽ എത്രമാത്രം വിഷമാണെന്ന് തിരിച്ചറിയാനാകും. വക്കീലിൻ്റെ ഒരു വർഗീയ കണ്ണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കൊന്ന് തിരിക്കാൻ തയ്യാറുണ്ടോ? അവിടെ മതപരമായ പരിഗണനകൾ പദവികളിൽ ഒരു പ്രശ്നമേ അല്ല. അവിടെ BJP ആണല്ലോ ഭരിക്കുന്നത്. നിർണായക സ്വാധീനമുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് എന്തെങ്കിലും ഒരു പദവി അവിടെ ലഭിച്ചിട്ടുണ്ടോ? എന്നാൽ മുസ്ലിം വിഭാഗത്തിനോ ന്യൂനപക്ഷങ്ങൾക്കോ ഭരണ പങ്കാളിത്തം ലഭിക്കുമ്പോൾ മാത്രം വക്കീലിന് അസഹിഷ്ണുത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? 27% വരുന്ന മുസ്ലിങ്ങളോ പിന്നോക്കക്കാരോ അധികാരത്തിൽ വരുന്നത് ഇയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കേരളത്തിലാകെ 1200ഓളം തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരും 23,000ഓളം ജനപ്രതിനിധികളുമുണ്ട്. വക്കീലിന് ധൈര്യമുണ്ടോ ഇവരെയൊക്കെ സമുദായം തിരിച്ച് കണക്ക് പുറത്തുവിടാൻ? എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചതിലും സർക്കാർ ഭൂമി പതിച്ചു നൽകിയതിലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ വിവരങ്ങളും ഒന്ന് കണ്ണോടിക്കുക. യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരെന്ന് അപ്പോൾ വ്യക്തമാകും. മതവും ജാതിയും തിരിച്ച് മനുഷ്യനെ കാണുന്നത് ജയശങ്കർ വക്കീലിന് ഇന്ന് തുടങ്ങിയ രോഗമല്ല. പണ്ട് ടെലിവിഷൻ കാലത്ത് തന്നെ പിടിച്ച മാറാധീനമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ നേതാക്കളെയും മാധ്യമ സ്ഥാപനങ്ങളെയും എല്ലാം കാണുമ്പോൾ പേ പിടിച്ച പട്ടിയെപ്പോലെ കടിക്കാൻ അയാൾ ഓടിയെത്തും. പെണ്ണിൻ്റെ പേരിൽ ലേഖനങ്ങൾ എഴുതുക, തനിക്ക് അപ്രിയമായ ജനപ്രതിനിധികൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ അസഭ്യവർഷം നടത്തുക, ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ഹോബി. ഒരു കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമായി അഭിനയിച്ച ആൾ ഇപ്പോൾ സ്വാഭാവിക പരിണിതി എന്ന പോലെ സംഘപരിവാറിൻ്റെ വിഷം കുടിച്ചു കഴിയുകയാണ്. കേരളം ഈ ദുരന്തത്തെയും അതിജീവിക്കും. വിഷജീവികൾക്കെല്ലാം അല്പായുസാണുള്ളതെന്ന് കാലം തെളിയിച്ച സത്യം.